ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പക്ഷികളുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആ ദേശാന്തര ഗമനാണ്. 10,000-കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഒരു കൂട്ടം പക്ഷികൾ നടത്തുന്ന ആ ദേശാന്തര ഗമനം, അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ലോങ്ങസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് എന്നുള്ളത് ബാർട്ടൈൽ ഗോഡ്വിറ്റ് അല്ലെങ്കിൽ വരവാലൻ ഗോഡ്വിറ്റ് എന്നുള്ള ഒരു പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്നത്. അത് അമേരിക്കയിലുള്ള അലാസ്ക, അങ്ങേയറ്റത്തുള്ള അലാസ്കയിൽ നിന്ന് ആരംഭിച്ച് ന്യൂസിലാൻഡ് വരെയാണ് അത് പറക്കുന്നത്. ഏകദേശം 11,500 അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ അത് നിർത്താതെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക. അതായത് അത്രയും ദൂരം, ആ 12,000 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി 11 ദിവസം തുടർച്ചയായിട്ട് ആ പക്ഷി പറന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 250-ലധികം മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നത്. നോൺ സ്റ്റോപ്പായിട്ട് പറക്കുകയാണ്. അപ്പം അതിനിടയിൽ നിരവധി രാജ്യങ്ങളും അതെല്ലാം പിന്നിടുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വെയിലും ചൂടും മഴയും മഞ്ഞും, അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അതിൻ്റെ ആ പറക്കൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള. അങ്ങനെ വിശാലമായിട്ടുള്ള കടലും അതേപോലെ തന്നെ മരുഭൂമിയും കാടുകളെല്ലാം പിന്നിട്ട് അവസാനം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ്. 12,000 കിലോമീറ്റർ 11 ദിവസം തുടർച്ചയായിട്ടൊരു പക്ഷി പറക്കുക, അത് സാധ്യമാണോ? അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? വളരെ കൃത്യമായിട്ട് ഈ രംഗത്ത് പഠിക്കുന്ന ഓർണിത്തോളജിസ്റ്റുകൾ അല്ലെങ്കിൽ പക്ഷിശാസ്ത്രജ്ഞന്മാർ അവർ സാറ്റലൈറ്റ് ടാഗെല്ലാം വെച്ച് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അതിനെ നിരീക്ഷിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം അവർ പറയുന്നത്. എങ്ങനെയാണ് ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ തുടർച്ചയായിട്ട് ഈ രൂപത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്? അത് പഠന വിധേയമാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ പക്ഷി അതിൻ്റെ ശരീരഭാരം എന്നുള്ളത് 400 മുതൽ 600 ഗ്രാം വരെയാണ് ശരീരഭാരം. യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിനുള്ളൊരു പ്രിപ്പറേഷൻ എന്നോണം അത് ശരീരത്തിൻ്റെ ഭാരം ഇരട്ടിയാകുന്ന രൂപത്തിൽ ഒരുപാട് ഭക്ഷണം കഴിച്ച് അത് ആ യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കും എന്നുള്ളതാണ്. പിന്നീട് ആ ശരീരത്തിൽ ശേഖരിച്ചു വെച്ച ആ ഒരു ഭക്ഷണമാണ് ആ 11 ദിവസത്തെ ആ യാത്രാ കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം ആ രൂപത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെയും പ്രധാനപ്പെട്ട അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം, അപ്പം അതിന് ആ രൂപത്തിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അതിന് ഉറക്ക് വേണ്ടേ, അല്ലെങ്കിൽ അതിന് വിശ്രമിക്കണ്ടേ? എങ്ങനെയാണ് തുടർച്ചയായിട്ട് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് അതിന് വിശ്രമം ലഭിക്കുന്നത്? അവിടെയും പഠന വിധേയമാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച ഏറ്റവും വലിയൊരു അത്ഭുതം, അപ്പം നമുക്കറിയാം മനുഷ്യന്റെ മസ്തിഷ്കം എന്നുള്ളത് 2 ഹർദ്ധഗോളങ്ങൾ, 2 ഹെമിസ്ഫിയറുകളാണ്. സമാനമാണ് പക്ഷികളുടേതും. പക്ഷേ പക്ഷികളുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആ മസ്തിഷ്കത്തിന്റെ 2 ഭാഗവും ഒരേ രൂപത്തിൽ ഉറക്കു മോഡിലേക്ക് പോവാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം, അർദ്ധഭാഗം ഉറങ്ങുന്ന സന്ദർഭത്തിൽ മറ്റേ അർദ്ധഭാഗം അത് ഉണർന്നിരിക്കുകയാണ്. അപ്പൊ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഹാഫ് ബ്രെയിൻ ഓൺ ആയിരിക്കും, അതേ സന്ദർഭത്തിൽ ഹാഫ് ബ്രെയിൻ ഓഫ് മോഡിലായിരിക്കും. ശരീരത്തിന്റെ ഒരു ഭാഗം റെസ്റ്റ് എടുക്കും, അതേ സന്ദർഭത്തിൽ മറ്റേ ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നേരെ തിരിച്ച് നേരത്തെ പ്രവർത്തിച്ച ആ ഭാഗം ഓഫ് മോഡിലേക്ക് പോവും, അതേ സന്ദർഭത്തിൽ മറുഭാഗം ഓൺ ആയിരിക്കും എന്നുള്ള ആ രൂപത്തിലാണ് അത് യാത്ര ചെയ്യുക. അത് യൂണി ഹെമിസ്ഫിയറിക് സ്ലോ വേവ് സ്ലീപ്പ് അല്ലെങ്കിൽ USWS എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. പക്ഷികളുടെ മാത്രമല്ല, അതേ രൂപത്തിൽ തന്നെ ഒറ്റപ്പെട്ട ചില ജീവികൾ, ഡോൾഫിൻ പോലെയുള്ള ജീവികൾക്ക് ഈ ഒരു കഴിവുണ്ട് എന്നുള്ള. അതായത് ഒറ്റക്കണ്ണടച്ച് ഉറങ്ങാനുള്ള, അതായത് ശരീരത്തിന്റെ ഒരു ഭാഗം ഉറങ്ങാനും വിശ്രമിക്കാനും അതേ സന്ദർഭത്തിൽ മറ്റേ ഭാഗം ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലെ രാത്രി വിശ്രമിക്കേണ്ടതില്ല ആ യാത്രയിൽ തന്നെ. അപ്പൊ നമ്മൾ സുദീർഘമായിട്ടുള്ള ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ തന്നെ അവര് ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ വിശ്രമ മോഡിലേക്ക് ഒരു ഭാഗത്തെ ഇട്ടുകൊണ്ട് അവര് ആ സുദീർഘമായിട്ടുള്ള ആ ഒരു മൈഗ്രേഷൻ അവർ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അത്ഭുതമാണ്. അവരുടെ ആ സുദീർഘമായിട്ടുള്ള ആ സഞ്ചാരത്തിന് ആ പക്ഷികൾക്ക് ഈ ഒരു കഴിവ്, ഈ ഒരു സവിശേഷത അവർക്ക് അനിവാര്യമാണ് എന്നുള്ള. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ തന്നെ ആ ഒരു സവിശേഷമായിട്ടുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിച്ചു എന്നുള്ള. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ സൃഷ്ടിച്ചു. കേവലം സൃഷ്ടിക്കല്ല, അൽ മുസവ്വിർ എന്നുള്ളത് അള്ളാഹിന്റെ മറ്റൊരു നാമാണ്. സവ്വറക്കും അഹ്സന സുവറക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ അതിനെ ഡിസൈൻ ചെയ്തു.